ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? നമുക്കൊരു അടിപൊളി സേമിയ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഒരുപാട് ബിരിയാണി നമ്മൾ കഴിച്ചിട്ടില്ലേ, ബീഫ്, ചിക്കൻ, മട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു വെറൈറ്റി തന്നെയാണ്, നല്ല ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, 5 വെളുത്തുള്ളി, 2 ചെറിയ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ്. ഉള്ളി ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഉള്ളി നല്ലോണം വാടണം കേട്ടോ. ഉള്ളി നല്ലോണം വാടി വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും നമ്മൾ തക്കാളിയില്ലേ കട്ട് ചെയ്ത് വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തക്കാളിയും നല്ലോണം വാടി വരണം കേട്ടോ. നല്ലോണം തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരണം. ഈ മസാല വേറെ സെപ്പറേറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നല്ലോണം കുക്ക് ചെയ്യണം, വാടി വരണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് പൊടികളിലൊന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് ലൈറ്റായിട്ടുള്ളത് മതി. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ അളവൊന്നും കൂടി പോകരുത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ സേമിയല്ലേ ഇത്, അപ്പോൾ ഒരുപാട് പൊടികൾ ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്നിത് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നേരത്തെ ഇട്ടിട്ടില്ല, അപ്പോൾ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ്. ഇതിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ്. അപ്പോൾ അഥവാ നിങ്ങൾ എല്ലുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ എല്ലൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ മസാല ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഉപ്പ്, മുളക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണി റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ ബിരിയാണി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ, അപ്പോൾ മനസ്സിലാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ചെറിയൊരു പീസ് ഉള്ളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക, ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് സേമിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ വെള്ളമാണ്. അപ്പോൾ 3 കപ്പിന് 4.5 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു ചെറിയ ചെറുനാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ 3 കപ്പ് സേമിയാണ് എടുത്തത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വറുത്തതാട്ടോ, ഞാൻ വറുക്കാത്തതേനും വാങ്ങിയത്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ വറുത്തത വാങ്ങുന്നതെന്ന് വെച്ചാൽ പിന്നെ വറുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി സേമിയയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. സേമിയ കുക്ക് ചെയ്യുമ്പോൾ വല്ലാണ്ട് വെന്തുടഞ്ഞ് പോവരുത്, ഒത്ത വേവിൽ നമ്മൾ എടുക്കണം കേട്ടോ. അതുകൊണ്ട് ഈ അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലാണ്ട് സെപ്പറേറ്റ് ഒരുപാട് വെള്ളം വെച്ചിട്ട് സേമിയ ഊറ്റിയെടുക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറക്റ്റ് വേവാക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്നൊരു 90% വെന്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല റെഡിയാക്കി വെച്ചില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് പൊട്ടിപ്പോവാണ്ട് മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് കുത്തി ഉടക്കേണ്ട ആവശ്യമില്ല.
ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. നല്ല ടേസ്റ്റി ആട്ടോ. ഡിന്നറിനും എന്താ പറയുക വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഡിന്നറായിട്ടും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.